ആന്ത്രോപ്പിക്ക് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ക്ലോഡിൻ്റെ ഈ ഒരു ഫേബിൾ 5 എന്ന് പറയുന്ന മോഡൽ. പക്ഷേ ഇന്ന് നമ്മൾ ക്ലോഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേബിൾ 5 നമുക്കവിടെ കാണാനായിട്ട് പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ലോകത്തൊരൊറ്റ ആൾക്കും ഇപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലോഞ്ച് ചെയ്തിട്ട് വെറും 3 ദിവസം കൊണ്ടാണ് US ഗവൺമെൻറ് ആന്ത്രോപ്പിക്കിനെ കൊണ്ട് ഈ ഒരു മോഡൽ ഡിസേബിൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ US ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേബിൾ 5 എന്ന് പറയുന്ന മോഡലും അതുപോലെയുള്ള മെയ്ത്തോസ് 5ഉം സെൻസിറ്റീവ് ടെക്നോളജി ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ നാഷണലിന്, അതായത് അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ലോകം മുഴുവനുള്ള യൂസേഴ്സിൽ നിന്നും അമേരിക്കൻ സിറ്റിസൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് അവർക്ക് മാത്രം ആക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ ചെയ്ത ഒരു കാര്യമാണ്, പകുതി വഴിക്ക് വെച്ച് ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് തൽക്കാലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാം എന്നാണ് ആന്ത്രോപ്പിക്ക് ഡിസൈഡ് ചെയ്തത്. അങ്ങനെയാണ് ഫേബിൾ 5 ലോകം മുഴുവനായിട്ട് ആന്ത്രോപ്പിക്ക് ഡിസേബിൾ ചെയ്യുകയാണ് ഉണ്ടായത്. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മറ്റൊരു കമ്പനി തങ്ങൾ ഈ ഒരു ഫേബിൾ മോഡലിനെ ബ്രേക്ക് ചെയ്തു എന്ന് ഗവൺമെൻറ്റിനോട് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആന്ത്രോപ്പിക്ക് ഇതിനൊക്കെ കുറച്ച് മറുപടികളായിട്ട് വന്നിട്ടുണ്ട്. ആന്ത്രോപ്പിക്ക് ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് തന്നെ ആ ഒരു മോഡൽ ഓഫ് ചെയ്തു. പക്ഷേ അവർ പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനോടൊരു യോജിപ്പില്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ആന്ത്രോപ്പിക്ക് പറയുന്നത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ഫോറിൻ നാഷണൽസിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർഡർ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ ഇരുന്ന് ഏറ്റവും നല്ല AI മോഡൽസ് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ഉപയോഗിക്കുന്ന നമ്മളെയൊക്കെയാണ് ഇത് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. സോഹോ ഫൗണ്ടർ ശ്രീധർ വെമ്പു പറഞ്ഞൊരു കാര്യമാണ്, ഗ്ലോബലൈസേഷൻ ഇസ് ഡെഡ് ആൻഡ് ഭാരത് മസ്റ്റ് ഫൈൻഡ് ഹെർ ഓൺ വേ അഹെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിവേ, വൈ പേ മണി ടു പീപ്പിൾ ഹൂ ഡോണ്ട് ഈവൻ വോണ്ട് ടു സെൽ ടു എസ്? അതായത് സോവറിൻ ടെക് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു ഡെവലപ്മെൻറ്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. PK കുഞ്ഞാലിക്കുട്ടി സാറാണ് ആദ്യ AI മിനിസ്ട്രിയുടെ ആദ്യത്തെ മന്ത്രി. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു AI എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനും നമ്മുടെ സ്വന്തം ചിപ്പുകൾ ഉണ്ടാക്കാനും ഒരു സെമി കണ്ടക്ടർ മിഷൻ രൂപീകരിക്കാനും ഒക്കെയുള്ള കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഫോർവേഡ് തിങ്കിങ് ആണ്.